ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ വർക്ക് ചെയ്ത ഒരു സാധനം ഇതിനകത്ത് ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ ഗ്ലിച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഡ്രൈവ് മോഡിൻ്റെ കാര്യവും റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കാര്യവും ഇപ്പം കാണിക്കുന്നില്ല ഫോർ സം റീസൺ. ഇന്ന് രാവിലെ തൊട്ട് ഈ വീഡിയോ ഷൂട്ട് ഇത് ആക്ച്വലി ഒരു 390 കിലോമീറ്റേഴ്സ് ഫുൾ ചാർജുള്ളൊരു കാറാണ്. അപ്പം ഈ ഒരു കാറിൽ എനിക്ക് കിട്ടിയ ഒരു റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. 0.77 ആണ് എനിക്ക് കിട്ടിയ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 149 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഈ ഒരു സ്പീഡിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്യുന്നൊരു സമയത്ത് വാട്ട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് നെക്സോൺ EV ആണ്. അപ്പോൾ വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നെക്സോണിൻ്റെ EV ആണ്. അപ്പോൾ ഇത് എംപവേർഡ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ആക്ച്വലി ഇതിൻ്റെ വേരിയൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് 3 വേരിയൻസ് ആണ് വരുന്നത് മേജർലി. അതായത് ഫിയർലെസ്, പിന്നെ അതിൻ്റെ ഒരു പ്ലസ് ഉണ്ട്, പിന്നെ ഒരു ക്രിയേറ്റീവ് ഉണ്ട്, അതിൻ്റെ പ്ലസ് ഉണ്ട്, പിന്നെ എംപവേർഡ് ഉണ്ട്, എംപവേർഡ് പ്ലസ് ഉണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. അപ്പം ആസ് യൂഷ്വൽ ഡിസ്ക്ലെയിമർ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടീൻ്റെ സ്പെക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനിപ്പോൾ ഈ വണ്ടി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ ഒരാഴ്ച ഉപയോഗിച്ചൊരു സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ഓണർഷിപ്പ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടു, ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ അസൗകര്യങ്ങൾ എനിക്ക് നേരിട്ടു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം വൺസ് അഗെയിൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞ പോലെ തന്നെ ഇതൊരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ദ പോയിൻ്റ് ഇസ് ലൈക്ക് ഞാൻ വെബ്സൈറ്റിൽ നോക്കിയൊരു സമയത്തൊക്കെ മനസ്സിലായത് ടാറ്റയ്ക്ക് ഇതിൻ്റെ തന്നെ ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട്. അപ്പം ദ പോയിൻ്റ് ഇസ് നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് ഏതാ നോക്കിയതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം, കാരണം ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റൈലിംഗ് എന്ന് തുടങ്ങുകയാണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ സ്റ്റൈലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ പുറത്തുനിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു കാണാൻ. എന്നോട് ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, കേർവ് EVൻ്റെ അത്രയും ഭംഗി എനിക്ക് അത്രയും തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഹാസ് സം ഗുഡ് ലുക്സ്. പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോനകത്ത് ഒരു റെഫറൻസും കൂടെ എടുക്കാൻ പോകണേ. അതിന് ആൾക്കാർ എന്നെ തെറി പറയരുതെന്ന് ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ ഇടുകയാണ്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു ടെസ്ലയുടെ ഇൻസ്പിറേഷൻ ഉണ്ടോ എന്ന് എനിക്ക് വണ്ടി കാണുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു മിനിമലിസ്റ്റിക് ഹൈടെക് ഡിസൈനായിട്ടാണ് ടാറ്റ ഇത് ആക്ച്വലി പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാരണം പുറത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ DRLs ആയാലും ലൈറ്റ്സ് ആയാലും എല്ലാം ഒരു ഭയങ്കര ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പം കാണാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫ് കോഴ്സ് മുന്നിൽ നിന്ന് കാണാനും സൈഡ് പ്രൊഫൈലായാലും റെയർ പ്രൊഫൈലായാലും കാണാൻ ഡീസൻ്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. ഇനി ഇൻറ്റീരിയേഴ്സിലേക്ക് വരുന്ന സമയത്താണ് എനിക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഉള്ളത്. അതായത് ഇൻറ്റീരിയർ ഒരു ഡുവൽ ടോൺ പോലെയാണ് ഇരിക്കുന്നത്. ഇൻഫാക്റ്റ് എനിക്ക് ഡുവൽ ടോൺ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു സംഭവം എന്ന് പറയുന്ന ഒരു കാർബൺ ഫൈബറിൻ്റെ പീസ് പോലെയാണ് കാണുന്നത്. ഇത് മൊത്തത്തിൽ 3 ടോണാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പം സാധാരണ ഇവിടെ കാണുന്ന ഒരു പ്ലാസ്റ്റിക്, ഞാൻ അത്രത്തോളം ഹാപ്പി അല്ല ഈ ഒരു പ്ലാസ്റ്റിക്കിന് മുകളിൽ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രത്തോളം ഒരു സ്റ്റേഡി ആയിട്ടോ അത്രയും ഒരു പ്രീമിയം ആയിട്ടോ ഒരു ഫീലൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ കാണുന്ന ഈ വൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല, ഇതൊരു ലെതറാണ് വിത്ത് ഒരു ബ്ലൂ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷും വരുന്നുണ്ട്. ആ കാർബൺ ഫൈബറും ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡുവൽ ടോൺ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലെതർ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു 19,000 കിലോമീറ്റേഴ്സ് ഓടിയൊരു കാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓടിയൊരു കാർ എടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോപ്പ് ഔട്ട് ചെയ്യും. അപ്പം ടാറ്റയുടെ തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചൊരു കാറാണിത്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ വൈറ്റ് പോർഷൻസിലൊക്കെ നല്ല രീതിയിൽ ചെളി പിടിക്കും. അത് മാത്രമല്ല, അത് കഴുകണമെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ സൊല്യൂഷൻസ് തന്നെ നമ്മൾ വാങ്ങേണ്ടി വരുമായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം വൈറ്റിൽ ചെളി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാ പോകുന്നു കേർവ് EV. അപ്പം വൈറ്റിൽ ചളി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് നമുക്കത് വൃത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ശരിക്കും ആക്ച്വലി ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു വണ്ടി വാങ്ങിച്ച് ഓടിക്കുകയാണെങ്കിൽ. ഈ ഒരു പ്ലാസ്റ്റിക് അത്രത്തോളം ഒരു പ്രീമിയം ആയിട്ട് തോന്നുന്നില്ല, കാരണം ഇവിടെ ഒരു പാനൽ ഗ്യാപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, പ്ലാസ്റ്റിക്സിന് ആ ക്വാളിറ്റി അത്രത്തോളം തോന്നുന്നില്ല. ഫിറ്റ്മാൻ ആൻഡ് ഫിനിഷിൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ വിട്ട ഒരു കാര്യമാണ്, ഇതിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. ഇതിന് വേറെ ഒരു പ്രമുഖ വണ്ടിയുടെ ഒരു ഛായ കാച്ചൽ ഉണ്ട്. അപ്പോൾ അതേത് വണ്ടിയെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഒരുവിധപ്പെട്ട എല്ലാ റിവ്യൂവിനകത്ത് നിങ്ങളത് കേട്ടിട്ടും ഉണ്ടാവും. സ്റ്റിയറിംഗ് വീലിൻ്റെ ഇപ്പുറത്തെ കൺട്രോൾസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. വോളിയം കൺട്രോൾസ്, പിന്നെ കോൾ അറ്റൻഡിങ്, പാട്ടുകൾ സെലക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്രൂസ് കൺട്രോൾ ഉണ്ട്. മോനെ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാകാതെ പുറകെ നല്ലപോലെ വെയിലടിക്കുന്ന സമയത്ത് ഈ ഡിസ്പ്ലേനകത്ത് ആക്ച്വലി അത്രത്തോളം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വെയിലില്ലാത്തൊരു സമയത്ത് നല്ലതുപോലെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ആക്ച്വലി ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ കുറച്ച് ക്ലട്ടേർഡ് ആണെന്നുണ്ട്. അതായത് നമ്മൾ ഒന്ന് നോക്കി വായിച്ചെടുക്കണം എന്താ നമുക്ക് വേണ്ടെന്നുള്ളത്.
കാരണം എല്ലാം ഏകദേശം ഒരേ സൈസിലുള്ള ഫോൺസ് ആയിട്ടാണ് കാണുന്നത്. അതാണ് എനിക്കൊരു യൂസേജ് ഫ്രണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ഇതുവരെയും ഗ്ലിച്ചസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഭയങ്കര ഒരു സെറ്റപ്പ് ഡിസ്പ്ലേ തന്നെയാണുള്ളത്. ഈ മൊത്തം ഈ ഒരു പാനലും ഈ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു മിനി ടെസ്ലേൻ്റെ ഫീലാണ്. ഇപ്പോൾ എഗൈൻ നിങ്ങൾ വന്ന് പറയുന്നുണ്ട് ഇവിടെ താൻ എന്ത് കമ്പാരിസനാണ് ചെയ്യുന്നത്, ഒരു ടെസ്ലയായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഇൻസ്പിറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ ഉണ്ട്. ഡിസ്പ്ലേക്കകത്ത് വെച്ച് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഡിസ്പ്ലേ ആക്ച്വലി വെൽ യൂസ്ഡ് ആണ്. ഈ മോഡൽ ആക്ച്വലി 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഈ 360 ക്യാമറയ്ക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ക്യാമറ കണ്ടല്ലോ ഭയങ്കര ഔട്ടായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ഭയങ്കര ഔട്ടറായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വണ്ടിയുടെ അടുത്തല്ലേ പോലും ആ വണ്ടിയുടെ അടുത്തായിട്ട് ഫീൽ ചെയ്യും. അപ്പം മറ്റേ ഈ ഒബ്ജക്ട്സിൻ്റെ മിറർ ക്ലോസർ ദാൻ ദ ആപ്പ് എന്ന് പറയുന്ന പോലെ ക്യാമറ ആക്ച്വലി കുറച്ചൊന്ന് അടുത്തായിട്ട് ഫീൽ ചെയ്യും. ആദ്യമൊക്കെ ആക്ച്വലി ഇൻഡിക്കേറ്റർ ഇടുന്ന ഒരു സമയത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ടാണോ എടുക്കുന്നത് എന്നുള്ളത്. പിന്നെ ലേറ്റർ എനിക്ക് മനസ്സിലായി, കാരണം വണ്ടി തന്നെ ഒന്ന് അവിടെ ഇറക്കി വെക്കുന്നതാണെന്ന്. ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു ലാർജ്, അതുകൊണ്ട് കുറച്ച് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതർവൈസ് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ AC വെൻസൊക്കെ നൈസാണ് കാണാൻ. ഈ സ്വിച്ചസൊക്കെ അത്യാവശ്യം സ്റ്റേഡിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ AC മുകളിലുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂൾ ചെയ്യുന്നില്ല എന്ന് എനിക്കൊരു ഫീലുണ്ട്. അതായത് AC കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എഗൈൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ചിലപ്പം മേ ബി ദാറ്റ് മൈറ്റ് ബി ദ റീസൺ ആസ് വെൽ. പിന്നെ സീറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഒരു പെർഫറേറ്റഡ് ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ചെളിയായി കഴിഞ്ഞാൽ ചെളി പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു പോലെ ഒരു ഫീലുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് ആക്ച്വലി കുറച്ചുകൂടെ റെസ്പോൺസീവ് ആണ്. സാധാരണ AC കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് തണുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് ആക്ച്വലി ഡ്രൈവറിനും കോ പാസഞ്ചറാണ് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റേഡിയാണ്. നമ്മൾ ബാക്കി സീറ്റ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ലെതറിൻ്റെ ഫിനിഷിംഗ് ആയാലും അതല്ല സീറ്റിൻ്റെ കംഫർട്ട് ആയാലും കുറച്ചൊന്ന് സ്റ്റേഡി ആയിട്ട് കുറച്ചൊന്ന് ബ്ലോക്കി ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്നാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഈസിയാണ് ഉപയോഗിക്കാനൊക്കെ. പക്ഷേ നമ്മൾ യൂ ടേൺ ഒക്കെ എടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റേഡി ഫീൽ വരുന്നുണ്ട്, കുറച്ചൊരു ഹാർഡ് ഫീൽ വരുന്നുണ്ട്. പിന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിലുള്ളത് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രൈവേഴ്സ് വല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഡെഡ് പെഡൽ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്. പിന്നെ അണ്ടർ തൈ സപ്പോർട്ടും മോശമില്ല എന്ന് തന്നെയാണ് ഫീൽ ഉള്ളത്. റൈസ് സീറ്റിലേക്ക് വരുന്ന ഒരു സമയത്ത് അണ്ടർ തൈ സപ്പോർട്ട് ഇത്തിരി കുറവാണെന്ന് ഫീൽ ചെയ്യും, കാരണം ബാറ്ററി പാക്ക് അവിടെ താഴെ തന്നെയാണ് ഇരിക്കുന്നത്. റൈസ് സീറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ വാർണിംഗ് സൈൻ കുറേ നേരം അടിക്കുന്നുണ്ട്. അപ്പോൾ ആ വാർണിംഗ് ഭയങ്കര അനോയിങ് ആയതുകൊണ്ടാണ് റെയറിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം അതൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി. ആക്ച്വലി ടാറ്റ അതിനൊരു സെൻസർ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു സെൻസർ ഇല്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ അലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോർ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു നോർമൽ വാട്ടർ ബോട്ടിൽ ഇവിടെ കയറുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ചെറിയൊരു സ്പേസ് കൺസ്ട്രെയിൻ ഇവിടെ മൊത്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങിനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എൻ്റെ S22 Ultra ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ S22 Ultra സിറ്റ് ചെയ്യാനുള്ള വയർലെസ് ചാർജറിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡ്രൈവറിന് മാത്രമേ ആ ഒരു ഓപ്ഷൻ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറിന് പോലും വെക്കാൻ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഫോണ്. പിന്നെ അവിടെ ചെറിയൊരു സ്പേസാണ്, അവിടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ലിവർ, അതായത് ഡ്രൈവ് മോഡ് സെലക്ടർ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഫോണൊന്നും വെക്കാൻ പറ്റില്ല. അതിനകത്ത് വരുന്ന ഒരു USB പോർട്ട് മാത്രമാണ്. അപ്പം സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ട്. കോ പാസഞ്ചറിന് ഫോൺ എവിടെ വെക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. കാരണം സാധാരണ കാറിലൊക്കെ അവിടെ ഒരു സ്പേസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്പേസ് കൊടുക്കാറുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഇല്ല. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ബോക്സ് സ്പേസ് ഉണ്ട്. ആ ബോക്സ് സ്പേസും കുറച്ച് കുറവാണെന്നാണ് എനിക്കൊരു ഫീൽ. മൊത്തത്തിലൊരു സ്പേസ് കൺസ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അതർവൈസ് വേറെ കുഴപ്പമൊന്നുമില്ല. കംഫർട്ടബിൾ ആണ് ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞല്ലോ കുറച്ചൊന്നൊരു സ്റ്റിഫറായിട്ട് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേയും കൂടെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിനകത്തും കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ടച്ച് സെൻസിറ്റീവ് ആണ്. അതിൻ്റെ ഒരു ചെറിയൊരു അനോയിങ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ അതിൻ്റെ കോഷൻ ലാമ്പ് പോലും ടച്ച് സെൻസിറ്റീവ് ആണ്. അപ്പം കോഷൻ ലാമ്പ് എന്ന് പറയുന്നത് നമ്മൾ സംടൈംസ് നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഓണാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങോട്ട് നോക്കിയിട്ടല്ല ചെയ്യാറ്. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഫുള്ളി ടച്ച് സെൻസിറ്റീവ് ആയത് എനിക്കൊരു ചെറിയൊരു പ്രശ്നം പോലെ തോന്നി. അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനിടെ ACൻ്റെ സ്വിച്ച് തന്നെ ടച്ച് സെൻസിറ്റീവായിട്ട് ഓഫ് ആകാനുള്ളൊരു സാധ്യത കാണുന്നില്ലെന്നാൽ അത് 2-3 തവണ ഉണ്ടായി. അപ്പോൾ ആ ഒരു പാനൽ കുഴപ്പമില്ല. ആൻഡ് അനദർ തിങ് ഇസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഗ്ലോസിയാണ്. ഇവിടെയൊക്കെ ഗ്ലോസിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. പെട്ടെന്ന് ഇതിന് മുകളിൽ പൊടി പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഫിംഗർ പ്രിൻറ്റ്സ് കാണും. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഡ്രൈവ് മോഡ് സെലക്ടർ വരുന്നുണ്ട്. ആകെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെയുള്ളൂ. ഈ ഒരു സെലക്ടർ ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഹാരിയറിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പുറത്തൊരു സാധനം ഞെക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ആ ഒരു സംഭവം തൊടുന്നൊരു സമയത്ത് അത്രത്തോളം ഒരു സ്റ്റേർഡിനെസ് തോന്നുന്നില്ല ആ ഒരു പ്ലാസ്റ്റിക് പീസിനൊക്കെ. അപ്പം അതിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇവിടെയുണ്ട് നമുക്ക് 3 ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഡ്രൈവിലേക്ക് ഇട്ടതിന് ശേഷം 3 മോഡ്, സിറ്റി, ഈക്കോ, സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ വർക്ക് ചെയ്ത ഒരു സാധനം ഇതിനകത്ത് ഇന്ന് വർക്ക് ചെയ്യുന്നില്ല.
അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ ഗ്ലിച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഡ്രൈവ് മോഡിൻ്റെ കാര്യവും റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കാര്യവും ഇപ്പം കാണിക്കുന്നില്ല ഫോർ സം റീസൺ. ഇന്ന് രാവിലെ തൊട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണിക്കുന്നില്ല. വണ്ടി ഓഫാക്കിയും ടേൺ ഓഫ് ചെയ്തിട്ടൊക്കെ നോക്കി, അപ്പോൾ വരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ ഡിസ്പ്ലേ ഗ്ലിച്ച് ആയിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇവിടെ. അപ്പം സിറ്റി, ഈക്കോ, സ്പോർട്ട് എന്ന് പറഞ്ഞ 3 മോഡുകളുണ്ട്. സിറ്റി ആക്ച്വലി ഭയങ്കര രസമാണ് ഓടിക്കാൻ. സിറ്റി തന്നെ ആക്ച്വലി ഇറ്റ് ഈസ് ആസ് പവർഫുൾ ആസ് എ നോർമൽ പെട്രോൾ കാർ വിച്ച് ഇസ് കമ്പയർഡ് ടു ദിസ് ലെവൽ. അതായത് ഈ ഒരു പ്രൈസ് ലെവലിലേക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം സിറ്റിയിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രീതിയിൽ പുള്ളി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈക്കോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. അത്രത്തോളം ഒരു പുള്ളിങ് ഇല്ല, ചെറിയൊരു ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പോർട്ട് എന്ന് പറയുന്ന അതിമാരക പവറാണ്. ആക്ച്വലി പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു സൂപ്പർ ബൈക്ക് ഫീലിലാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്കറിയില്ല എത്ര പേർക്ക് സൂപ്പർ ബൈക്കുകൾ ഓടിച്ച് ശീലമുണ്ടെന്നുള്ളത് ഈ ചാനൽ കാണുന്നതിൽ, ബട്ട് ആ ഒരു ഫീലാണുള്ളത്. അപ്പം ഇപ്പം റൈറ്റ് നൗ വി ആർ ആക്ച്വലി മൂവിങ് ഇൻ ഈക്കോ മോഡ്. പിന്നെ മൊത്തത്തിൽ ആക്സലറേഷൻ്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. ഈ ഓട്ടോ ഹോൾഡ് ഫീച്ചർ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഓട്ടോ ഹോൾഡ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തോന്നില്ല. അതായത് ഡ്രൈവ് മോഡിലിട്ടിട്ട് ഒന്ന് കാല് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് വണ്ടി പുറകോട്ടേക്ക് ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുറകോട്ടേക്ക് പോകാനുള്ള ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഡ്രൈവിൻ്റെ ഒരു ലാഗ് കൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഈക്കോ മോഡിൽ മാത്രമല്ല, ഈവൺ ഐ ഫെൽറ്റ് ഇറ്റ് ഇൻ സ്പോർട്ട് മോഡ് ആസ് വെൽ ആസ് സിറ്റി മോഡ്. അപ്പോൾ എല്ലാ മോഡിലും ആ ഒരു ചെറിയൊരു ത്രോട്ടൽ ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആക്ച്വലി വേണം ഇപ്പോൾ ഒന്ന് സ്പോർട്ടിലേക്ക് ഇടാം. സ്പോർട്ടിലേക്ക് ഇട്ടപ്പോൾ തന്നെ കണ്ടില്ലേ, കാല് കൊടുത്തു കഴിഞ്ഞാൽ ഹെവൻലി ഫാസ്റ്റ്. എൻ്റെ പൊന്നെ. വേറൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിങ്ങിൻ്റെ മുകളിലാണ്. ബ്രേക്കിങ്ങിൻ്റെ മുകളിൽ ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ 3 റൈഡിങ് മോഡ്സ് വരുന്നത്. അപ്പോൾ ഈക്കോ മോഡിന് ആവശ്യത്തിനുള്ള ബ്രേക്ക് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ഉള്ളത്. പിന്നെ സ്പോർട്ട് മോഡിലേക്ക് വരുമ്പം എങ്ങനെ പറയുക, ചിലരൊക്കെ പറയാറില്ലേ താൻ പാതി ദൈവം പാതി എന്നൊക്കെ. എനിക്ക് അങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് ഫീൽ ചെയ്യുന്നത് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാർ ഉപയോഗിച്ചൊരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആക്ച്വലി മറ്റേ സിസ്റ്റം ചാർജർ അല്ല ഉള്ളത്, അതായത് വാൾ ചാർജർ അല്ല, ഫാസ്റ്റ് ചാർജിങ് മെഷീൻ അല്ല എൻ്റെ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ ഓണറില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ചാർജിങ് ആണ്. എനിക്കൊന്ന് 12-16 മണിക്കൂറൊക്കെ എടുക്കുക. അല്ലാത്ത സമയത്ത് ഒരു ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ ഇൻ 5 hours ഇറ്റ് ചാർജസ്. ഇത് ആക്ച്വലി ഒരു 390 kilometers ഫുൾ ചാർജുള്ളൊരു കാറാണ്. അപ്പം ഈ ഒരു കാറിൽ എനിക്ക് കിട്ടിയ ഒരു റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. 0.77 ആണ് എനിക്ക് കിട്ടിയ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഇപ്പോൾ ഒരു 100 kilometers ഓടി എന്ന് കാണിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ഓൺ ദ റോഡ് ഐ വുഡ് ഹാവ് റൺ 77 kilometers, which is actually good. Actually expected ideal value നോക്കുകയാണെങ്കിൽ 390 kilometers എന്ന് it actually dropped to around 300 to 310 kilometers, which is also good actually. അതായത് ഒറ്റ ഫുൾ ചാർജിൽ അത്രയും പോകുന്നുണ്ടെന്നുള്ളത് അതാണ് എൻ്റെ ഒരു കാരണം. ഞാൻ നല്ലോണം ചില സമയത്ത് കാലും എടുത്തെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 0.77 കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു 0.85 അല്ലാതെ അതിൻ്റെ മേലേക്ക് ഒരു 0.9 ഒക്കെ അടുപ്പിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ഫീൽ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വിസിബിലിറ്റി എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിളാണ്. കാർ ആക്ച്വലി കൺട്രോൾ ചെയ്ത് കൊണ്ട് നടക്കാൻ ഭയങ്കര ഈസിയാണ്. വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാറൊന്നുമല്ല. ഫോം ഫാക്ടർ ചെറിയൊരു കാറാണ്, മൊത്തം കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ യൂട്ടേൺ ഒക്കെ എടുക്കുന്ന ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ആക്ച്വലി ഈ കാർ കുറച്ചുകൂടെ ഈസിയർ ആയിട്ട്, അതായത് കുറച്ചുകൂടെ ടൈറ്റർ റേഡിയസിൽ നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അതായത് എക്സ്പെക്ട് ചെയ്തതെന്നും, അതായത് ഈ ഒരു ഫോം ഫാക്ടറുള്ള ഒരു കാറെന്ന് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒന്ന് പൊടിക്ക് അപ്പുറത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമുക്കൊരു എന്താ പറയുക ഫാസ്റ്റ് ലൈനിൽ ഒന്ന് നല്ല ടൈറ്റാക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫാസ്റ്റ് ലൈൻ്റെയും സ്ലോ ലൈൻ്റെയും മിഡിലായിട്ട് തന്നെ നമുക്ക് യൂ ടേൺ എടുക്കാൻ പറ്റും, ഒരു ജസ്റ്റ് ഒരു ഡിവൈഡർ വെച്ചുള്ള റോഡിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ നൈറ്റ് ടൈം യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വന്ന വണ്ടികളൊക്കെ എപ്പോഴൊക്കെ ഞാൻ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലേക്ക് ഇട്ടുണ്ടോ അപ്പോഴൊക്കെ ലോ ബീം ആക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ല വിസിബിലിറ്റിയും കാണുന്നുണ്ട്. പോരാത്തിന് ഈ ഒരു വേരിയൻറ്റിന് കോർണറിങ് ലൈറ്റ്സും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടേണിലേക്ക് എടുക്കുന്ന ഒരു സമയത്ത് ആ ഒരു സൈഡിലേക്ക് കുറച്ചൊരു വിസിബിലിറ്റി കാട്ടാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ലൈറ്റിങ് പോകുന്നുണ്ട്. അപ്പം ലൈറ്റ്സ് അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റ്സ് ഉണ്ട്. അത് ഗ്ലോ ബോക്സ് ലൈറ്റ്സ് ഉണ്ട്, ഇവിടെയുള്ള ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിനൊരു സൺറൂഫും ഉണ്ട്, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ സൺറൂഫിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കയ്യും തലയും പുറത്തിടരുത്. സൺറൂഫ് എന്ന് പറയുന്നത് സേഫായിട്ട് ഉപയോഗിക്കുക എല്ലാവരും. പിന്നെ സേഫ്റ്റി ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഹൈ സ്പീഡ് കോൺഫിഡൻസ് കുഴപ്പമില്ല. ഈ ലോ സ്പീഡ് പോകുന്ന ഒരു സമയത്തൊന്നും പ്രശ്നമില്ല. ഹൈ സ്പീഡ് പോകുന്ന സമയത്ത് സസ്പെൻഷൻ കുറച്ചുകൂടെ ലൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നമ്മുടെ സ്പോർട്ട് മോഡ് എവിടെ, യെസ് സ്പോർട്ട് മോഡ് ഇട്ടതിന് ശേഷം കാല് കൊടുക്കുന്ന സമയത്ത് 100 ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി ഐ വാസ് ഏബിൾ ടു പുഷ് ഇറ്റ് ക്ലോസ് ടു 140. ഞാൻ പറഞ്ഞല്ലോ 150-ലാണ് അതിൻ്റെ ഒരു ക്യാപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം ചെറിയൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന്. പറന്നാണ് പോവുക സാധനം.
ബോഡി റോളായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഈ ഒരു സ്പീഡിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്യുന്നൊരു സമയത്ത് ചെറിയൊരു കോൺഫിഡൻസ് ഇഷ്യൂ ഉള്ള പോലെ ഉണ്ട്. അതായത് അത്രത്തോളം എഫക്റ്റീവായിട്ട് ബ്രേക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഈ കൊമോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇതിന് റീജൻ ഉണ്ട്. അത് പറയുന്നതിന് മുന്നേ തന്നെ ഇവിടെ 2% ബാറ്ററി കുറഞ്ഞു ഈ ഒരു സ്പീഡ് റൺ ചെയ്ത സമയത്ത് തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാക്സ് സ്പീഡ്. ആ ഒരു മാക്സ് സ്പീഡിൽ നമുക്ക് ഫുൾ ടൈം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ആക്ച്വലി നമുക്ക് അറിയാൻ പറ്റും, കുറച്ച് വിൻഡ് നല്ലോണം അടിക്കുന്ന പോലെയൊക്കെ അറിയാൻ പറ്റും. പിന്നെ കുറച്ച് ക്യാബിൻ നോയ്സ് ഉണ്ട് ചെറുതായിട്ട്. അത് ബേസിക്കലി നമ്മൾ പെട്രോൾ കാർ ഓടിച്ച് വരുന്ന ഒരാളാകുമ്പം അത് ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു നോയ്സും ഇല്ല, മോട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഒച്ചകളൊക്കെ കുറച്ച് അകത്തേക്ക് കേൾക്കുന്ന പോലെ തോന്നും. അത്യാവശ്യം നല്ല രീതിയിൽ നോയ്സ് ക്യാൻസലേഷൻ ഉള്ള പോലെ ഫീൽ ചെയ്തു. പിന്നെ JBLൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. കോൾ ക്വാളിറ്റി ആയാലും അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി ആയാലും നന്നായിട്ട് ഫീൽ ചെയ്തു. ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് അമർത്തി തുടച്ച ഒരു സമയത്ത് അവിടുത്തെ JBLൻ്റെ ലോഗോ അങ്ങ് ചാടി വീണു. അപ്പോൾ അതാ പറയുക, ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റീജനാണ്. ഇതിന് 3 റീജനാണുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ആ റീജൻ അവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ആ ഒരു റീജൻ 3 ഒരു ഇതിലിടുന്ന ഒരു സമയത്ത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ആയിട്ട് പെട്രോൾ കാർ മാത്രം ഓടിച്ച് വരുന്ന ഒരാളാണ് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റീജൻ ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. റീജൻ ആക്ച്വലി നമ്മൾ കാലെടുക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ തന്നെ 1-ലിട്ടായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നു റീജൻ 1. റീജൻ 1ഉം ഒരു ഈക്കോ മോഡോ അല്ലെങ്കിൽ സ്പോർട്ട് മോഡൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു പെട്രോൾ കാർ ഓടിക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് തന്നെ കിട്ടും. റീജൻ 2 ഇടുന്ന സമയത്ത് യെസ് ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടെ സേവിങ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽ എപ്പോഴും ഇങ്ങനെ വെക്കണം. അപ്പം ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് എ ലിറ്റിൽ അനോയിങ് ഫോർ എ ലോങ്ങർ ടൈം നമ്മൾ കാലെങ്ങനെ വെക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഏത് സമയത്തും കാലും എടുത്ത് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, യു മൈറ്റ് ഫീൽ ഇറ്റ് എ ലിറ്റിൽ മോർ കംഫർട്ടബിൾ. റീജൻ 3 വെക്കുന്ന ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും കാല് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല കാല് എടുക്കുമ്പോഴത്തേക്കും ബ്രേക്ക് അങ്ങ് ചാടി ചവിട്ടുന്ന പോലെ തോന്നും. ഇപ്പോൾ റീജൻ 3 ഇട്ടിട്ട് വേണം ഞാനിവിടെ സൈഡാക്കിയിട്ടൊന്ന് കാട്ടിത്തരാം. ആക്ച്വലി ദിസ് ഇസ് റീജൻ 3. ഇപ്പം തന്നെ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നില്ല ആക്ച്വലി. അല്ലാതെ തന്നെ ഇതിപ്പോൾ വണ്ടി തന്നെ അപ്ലൈ ചെയ്യുന്ന ബ്രേക്ക് ആട്ടോ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതിലും നേരത്തെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ വണ്ടി. ഓക്കെ, ഇതിപ്പം ബ്രേക്കേ ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തൊട്ടിട്ട് ആണല്ലോ. ഇത് റീജനിൽ മുകളിൽ മാത്രമാണ് ഇപ്പോൾ നിന്നത്. പക്ഷേ ഇപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ റീജൻ വർക്ക് ചെയ്യില്ല. L1 ഇടട്ടെ. അപ്പോൾ അത്രയാണ് ഡ്രൈവേഴ്സ് ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 12.5 lakh to it almost goes up to 17 lakh. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു പ്രൈസ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏറ്റവും പ്രീമിയം വേരിയൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ യെസ്, യു ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, യു വിൽ റിയലി ലവ് ഇറ്റ്. അതർവൈസ് ഞാൻ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ കൂളിംഗ് സീറ്റ്സും എനിക്ക് ഫീൽ ചെയ്തു. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇത് സൺറൂഫ്. ഇതിൻ്റെ സൺറൂഫ് എന്നല്ല, ഐ എം നോട്ട് അറ്റ് ഓൾ എ ബിഗ് ഫാൻ ഓഫ് സൺറൂഫ്സ്. അപ്പോൾ എനിക്കത് അത്രത്തോളം ഒരു യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ബാറ്ററി പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 270 റേഞ്ചിൽ വരുന്നൊരു ബാറ്ററി പാക്ക് ഉണ്ട്. പിന്നെ 390 വരുന്നുണ്ട്. പിന്നെ 480 തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ യു ഓൾവേസ് ഗോ ഫോർ ദ ബിഗ്ഗസ്റ്റ് ബാറ്ററി പാക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് ആ ബാറ്ററിക്ക് ഒരു കാലപ്പഴക്കം കൊണ്ടുള്ളൊരു ഡിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ഡെഫിനറ്റ്ലി യു ഗോ ഫോർ എ ബിഗർ പാക്ക്. അതർവൈസ് നിങ്ങൾ 270 കിലോമീറ്ററിൻ്റെ റേഞ്ചിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദ തിങ് ഇസ്, നിങ്ങളൊരു 5 കൊല്ലം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പം നിങ്ങൾ എത്രത്തോളം കാർ ഓടിക്കും, അല്ലാതെ ഇന്ന് ഇപ്പോൾ എത്ര ഓടിക്കുന്നുണ്ട് അപ്പോൾ അതിന് ജസ്റ്റ് കഷ്ടി പോകുന്നുള്ള രീതിയിലാണെങ്കിൽ നോക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ 480 കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ചുള്ള ബാറ്ററി പാക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഹൈവേയിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ബാറ്ററി പാക്ക് മാത്രമാണ് ഒരു ഡീൽ ബ്രേക്കറായിട്ട് ഞാൻ കാണുന്നത്. അത് 390 വേരിയൻ്റ്, ആക്ച്വലി ഇത് 390 വേരിയൻറ്റിൻ്റെ ബാറ്ററി പാക്കാണ്. ഈ 390 കിലോമീറ്റർ കിട്ടുന്ന ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു വേരിയൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് 480 എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ട്രിപ്പിനൊക്കെ പോകുന്ന ആൾക്കാർ കുറച്ചും കൂടെ നല്ലതാവും. പിന്നെ ഹൈലി എക്കണോമിക് ടു ഡ്രൈവ്. അപ്പം നെറ്റിലൊക്കെ നോക്കിയൊരു സമയത്ത് അതായത് 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി മൊത്തത്തിലുള്ള ചിലവ്, അതായത് ഇൻക്ലൂഡിങ് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ മാത്രം ചിലവ് വരുന്നത് 1.2 റുപ്പീസാണ് വരുന്നത് 1 കിലോമീറ്റർ ഓടാൻ. ഹൈലി ആക്ച്വലി എക്കണോമിക്. പിന്നെ ഇതിൻ്റെ ആക്ച്വലി സർവീസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ മാറ്റാനുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇയർലി സർവീസും അല്ലെങ്കിൽ 10,000 കിലോമീറ്റേഴ്സിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ചില ഡേറ്റ നോക്കിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 1.5 to 1.6 റുപ്പീസാണ് വരുന്നതെന്നാണ് ഫോറത്തിനകത്തൊക്കെ പറയുന്നത്, അതായത് പെർ കിലോമീറ്റർ ചാർജ് എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെയധികം എക്കണോമിക് ആയിട്ടുള്ളൊരു കാറാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാർ ഓടിച്ചപ്പം എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ.
അപ്പം ഈ കാറിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്തു പോയ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു കാറിൻ്റെ ഓൾറെഡി ഓൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻറ്റും കൂടെ ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻറ്റാണ് ആക്ച്വലി ആൾക്കാരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.